തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ വരികയാണ്. അപ്പോൾ അത്തരത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനം നിലവിൽ ഞാൻ എടുത്തിട്ടില്ല. നിരവധിയായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, പക്ഷെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. കോൺഗ്രസുമായി ചർച്ച നടത്തി, കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച നടത്തി എന്നുള്ളത് വാസ്തവമാണ്. സംസാരിച്ചിട്ടുണ്ട്, നേതൃത്വം സമീപിച്ചിരുന്നു, സംസാരിച്ചിട്ടുണ്ട്. തീരുമാനങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല. ഈ അടുത്ത സമയത്ത് ഏർത്ത് പഞ്ചായത്തിലെ സെക്രട്ടറിക്ക് എൻ്റെ വോട്ടർ പട്ടികയിലെ പേര് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു പരാതി ലഭിച്ചിരിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സിറ്റിങ്ങിന് പോയിരുന്നു. എനിക്ക് മതിയായ രേഖകളും ഒക്കെ ഞാൻ ഹാജരാക്കി. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. അതിനെ തുടർന്ന് എൻ്റെ വോട്ടർ പട്ടികയിലെ പേര് നിലനിർത്തുവാനാണ് സെക്രട്ടറി തീരുമാനിച്ചിട്ടുള്ളത്. അത് പരാതിക്കാരനെ അറിയിച്ചിട്ടുണ്ട്. പരാതിക്കാരന് വേണമെങ്കിൽ ഉറപ്പായിട്ടും അപ്പീൽ പോകാവുന്നതാണ്. അതനുസരിച്ച് ഗവൺമെൻറ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണോ അങ്ങനെ അയാൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇങ്ങനൊരു പരാതി വന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രേരിതമാണ് പരാതി എന്നുള്ളതിൻ്റെ ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി എടുത്തിട്ടുള്ള ചില എൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകളാണ് ഈ പരാതിക്ക് അടിസ്ഥാനം എന്നുള്ളത്. പരാതിക്കാരൻ്റെ ഐഡൻറ്റിറ്റി തന്നെ അത് റിവീൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് നമുക്ക് എല്ലാ മുന്നണികൾക്കും ഒരുപോലെ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. നമ്മൾ രാഷ്ട്രീയപരമായിട്ട് എടുക്കുന്ന നിലപാടുകൾ, രാഷ്ട്രീയപരമായിട്ട് ഒരു സമൂഹത്തിന് വേണ്ടി, ഒരു നാടിന് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾ, ഭരണപരമായ തീരുമാനങ്ങൾ, ഇതെല്ലാം തീർച്ചയായിട്ടും ഭരണത്തെ, അടുത്ത തെരഞ്ഞെടുപ്പിനെയും ഭരണത്തെയും ഒക്കെ സ്വാധീനിക്കുമെന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ LDF-നാണെങ്കിലും UDF-നാണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് ആർക്ക് അമിത പ്രാധാന്യം അല്ലെങ്കിൽ കൂടുതൽ പ്രാധാന്യം എന്ന് പറയാൻ നിലവിൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം LDF-നും UDF-നും പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് കാലം തന്നെയാണ്. ആൻഡ് മോറോവർ നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ ആൻഡ് ഭാരതത്തിലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും ഒരു നല്ല നാളേക്കായി, ഒരു ഐക്യത്തോടെയുള്ള ഭാരതത്തിനായി, ഭാരതം എങ്ങനെയാണോ വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ തന്നെ നിലനിന്ന് പോകണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും LDF-ഉം UDF-ഉം ഒരുപോലെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ് കേരളത്തിലെ, ഭാരതത്തിലെയും രാഷ്ട്രീയത്തിൽ. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും UDF ഈ പറഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളായിട്ട് പ്രതിപക്ഷത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെ അപ്രസക്തമായി പോകുന്നു എന്നുള്ള ചർച്ചകളെ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിലെ നിരീക്ഷകർ ഉൾപ്പെടെ, ഇടതുപക്ഷത്തെ സഹയാത്രികർ ഉൾപ്പെടെ ആഗ്രഹിക്കുന്നത് UDF തിരിച്ചു വരണം എന്നുള്ളൊരു ചർച്ച ഉറപ്പായിട്ടും ജനാധിപത്യ സംരക്ഷകർ എന്നുള്ള ബോധ്യമുള്ളവരുടെ ഇടയിൽ ഉറപ്പായും ആ ചർച്ചകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സാധ്യത ആർക്ക് എന്നുള്ളതല്ല, രണ്ടുപേർക്കും സാധ്യത ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരവധിയായിട്ടുള്ള പരാതികൾ ഞാൻ കൊടുത്തിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിയമസാധുതയുള്ള, നിയമപരമായിട്ട് നിലനിൽക്കുന്ന പരാതികൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ആ പരാതികളിലാണ് പാർട്ടി നേതൃത്വം, സംസ്ഥാന നേതൃത്വം മുഖം തിരിച്ചത്, ജില്ലാ നേതൃത്വവും. അപ്പോൾ അതുകൊണ്ട് പ്രോസസ്സിങ്ങിലുള്ള പരാതി അല്ലെങ്കിൽ പ്രോസസ്സിങ്ങിലുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് പ്രോസസ്സിങ്, അതിന് എത്ര കാലമെടുക്കും എന്നുള്ളതുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സിങ് എത്ര കാലം വേണമെങ്കിലും നമുക്ക് പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ ആ പ്രോസസ്സിങ് എന്ന് പറയുമ്പോൾ ഇത്രയും കാലം കൊടുത്ത പരാതികളെയൊക്കെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് കുക്ക് ചെയ്ത് വരുമ്പോൾ ഒരു എൻഡ് റിസൾട്ട് സ്ത്രീ വിരുദ്ധമാകാൻ പാടില്ല. സ്ത്രീകൾക്കും മനുഷ്യത്വ വിരുദ്ധവും സ്ത്രീ വിരുദ്ധവും ഒന്നുമാകാൻ പാടില്ലാത്ത ഒരു സമീപനമാണ് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയും മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതിനെ എത്രത്തോളം നമുക്ക് സാധൂകരിക്കാൻ സാധിച്ചു എന്നുള്ളത് ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒക്കെ ആലോചിക്കേണ്ട വസ്തുത തന്നെയാണ്. അപ്പോൾ പാർട്ടിക്ക് കൊടുത്ത പരാതികളെല്ലാം തന്നെ തീർച്ചയായിട്ടും പാർട്ടിക്ക് കൊടുത്ത എല്ലാ പരാതികളും നിയമപരമായി സാധ്യതയുള്ളതും നിയമപരമായി നിലനിൽക്കാൻ സാധ്യതയുള്ളതുമാണ്. എന്നെ സംബന്ധിച്ച് നിലവിൽ ഞാൻ പുറത്തേക്ക് ഒരു പരാതിയുമായി പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. പക്ഷേ ആലോചിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ഉറപ്പായും ആലോചിക്കുകയും ചെയ്യും.